കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴക്കുണ്ടായി. ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ടൊരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അനാമിക വിഷ്ണു, അതാണ് കേട്ടോ ഇപ്പോഴത്തെ 2 ദിവസം കൊണ്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടാണ് അനാമിക വിഷ്ണുവിൽ അനാമിക ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ അമ്മ കുഞ്ഞിനെ മാത്രമേ എടുക്കുന്നുള്ളൂ, അനാമികയെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു പോസിറ്റീവായിട്ടാണ് ചെയ്തത്. അനാമികയുടെ അമ്മയോട് പോസിറ്റീവായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ കോൺട്രവേഴ്സീസ് വരുന്നത് അനാമിക 7 മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞതെന്നും പൂർണ്ണ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനാണ് ജന്മം നൽകിയതെന്നും അതിനകത്ത് എന്തൊക്കെയോ ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞ ഉടനെ തന്നെ വിവാഹം കഴിച്ചു, 18 വയസ്സ് കഴിഞ്ഞ് 7 മാസത്തിലുള്ള കുട്ടി ഡെലിവറി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവത്തിനോട് എനിക്കുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ്. 18 വയസ്സിന് മുന്നേ, അതായത് ഈ ഒരു കുട്ടി വിവാഹത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇനി ഒരു തിരിച്ചൊരു റീപോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമുണ്ടോ അവിടെ? ഇപ്പൊ എന്തായാലും എന്ത് സംഭവിച്ചാലും, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഓർഫനേജിൽ വളർന്ന കുട്ടിയാണ്, ഓർഫനേജിൽ വെച്ച് അങ്ങനെ ഒരു ഈ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഞാൻ അതിനെ അനുകൂലിച്ച് പറയുകയല്ല. പക്ഷേ ഇനി അവരുടെ ലൈഫിൽ കയറി ചികഞ്ഞ് അവർക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്, അതിനെ ഇനി വഷളാക്കി മോശമാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിയമപരമായിട്ട് വിവാഹം കഴിച്ചു, അവർക്കൊരു മകൾ ജനിച്ചു, അവർ ആ കുഞ്ഞിനെ വളരെ ഹാപ്പി ആയിട്ട് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതുപോലെ 7-ാം മാസത്തിൽ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആരോഗ്യവാൻ അല്ലാതിരിക്കണം എന്നൊന്നുമില്ല. പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. 7-ാം മാസത്തിൽ തന്നെ ഡെലിവറി കഴിയുന്ന അമ്മമാരുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജന്മം നൽകുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കാം. പിന്നെ എല്ലാത്തിനെയും കയറി ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമ്മൾ ആ ഒരു നെഗറ്റീവ് കണ്ണുകളോട് കാണരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഓർഫനേജിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ള തെറ്റ് തന്നെയാണ്. പുതിയൊരു പ്രശ്നമാണ് കേട്ടോ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉദയഗിരിജ അവർ നടത്തുന്ന ഓർഫനേജിൽ അവിടുത്തെ അന്തേവാസികളോട് വളരെ മോശമായ രീതിയിലാണ് അവർ പെരുമാറുന്നതെന്നും അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകയും അതുപോലെ ഒരുപാട് കേസുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനെതിരായിട്ട് ആ ഒരു പറഞ്ഞ സംഭവത്തിന് എക്സ്പ്ലനേഷനുമായിട്ട് അനാമിക വിഷ്ണുവിൻ്റെ അമ്മ, അതായത് ഉദയഗിരിജ എന്ന് പറയുന്ന അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ രംഗത്ത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സംഭവവും പിന്നെ അതേപോലെ ഉദയഗിരിജ വീണ്ടും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി നിൽക്കുകയായിരുന്നു. അവർ ഈ അനാമിക വിഷ്ണു എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരു അമ്മയുടെ വിവാഹമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ ഓർഫനേജിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അവരവിടെയുള്ള അന്തേവാസികളോട് വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പന്ത്യ പല്ലവി എന്ന് പറഞ്ഞാൽ അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്തവർക്ക് അവര് വാട്സപ്പിൽ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴേക്കും അതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരൊക്കെ പറഞ്ഞത്. ഇനിയിപ്പം ഈ അനാമിക വിഷ്ണു, അതായത് അനാമിക വിഷ്ണുവിന്റെ അനാമിക വിഷ്ണു, അതായത് വിഷ്ണുവിന്റെ അമ്മ ഉദയഗിരിജ അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് എക്സ്പ്ലനേഷനുമായിട്ട്. അപ്പൊ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ കുടുംബൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവർ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബൻ സ്റ്റേഷനിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബൻ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ, ലൈവ് വീഡിയോ ഇട്ട്. അപ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പോൾ പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവര് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവര് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഞാൻ ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാൽ അവര് അതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ
ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവരതിന്റെ, നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ ഓൾഡ് ഏജ് ഹോമില് ഈ സന്ധ്യ പല്ലവി വന്ന സമയത്ത് എന്താ ഓൾഡ് ഏജ് ഹോമിലാണ് അവർക്ക്, അല്ല ചിൽഡ്രൻസ് ഹോമിലാണ് അവർക്ക് ജോലി കൊടുത്തത് പറഞ്ഞിട്ട്. പക്ഷെ അവർ ഓൾഡ് ഏജ് ഹോമിൽ എത്തുകയും അമ്മമാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ച് വീഡിയോസ് എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് അപേക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷന് വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 70 പേരോളം ഇവിടെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുമായിട്ട് നല്ല സഹകരണം. കുട്ടികളുടെ അടുത്തും ചെന്നിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് എടുക്കാൻ നിർബന്ധിക്കുമ്പോൾ കുട്ടികൾ എതിർക്കുകയും അതിന്റെ പേരിൽ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മുടെ ഉദയഗിരിജ പറയുന്നത്. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേട്ടുവരാം. കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊത്തിനാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിന്റെ കാര്യമാണ്. അനാമിക വിഷ്ണുവിന്റെ കാര്യം, ഈ അനാമികയെ അനാഥയായതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു. ഈ അനാമികയെ 18 വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അനാമികയുടെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛൻ ഉപേക്ഷിച്ചതാണ്. CWCയുടെ മുന്നിൽ വന്ന അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിക. പിന്നെ അനാമിക ഇപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്നത്. അനാമിക പ്രഗ്നന്റ് ആയി, അനാമിക പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞായി. അവരവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയെ കോടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയത്തില്ല. ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ. നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നത് നല്ലതാണ്, പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരം. കേട്ടല്ലോ, ഇവരിങ്ങനെ ഈ കാര്യങ്ങൾ, അതായത് അവരുടെ എന്താ ഓർഫനേജിൽ, അതായത് യാതൊരുവിധ തെറ്റായ രീതിയിൽ നടക്കുന്നില്ല എന്നും 70ഓളം അന്തേവാസികൾ, കുഞ്ഞുങ്ങളും വലിയവരുൾപ്പെടെ 70 പേര് അവിടെ ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം സത്യമാണ്. ഒരാളെ പോലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതായത് തെറ്റായ രീതിയിൽ പറഞ്ഞ് നമ്മൾ ആ ഒരു ഓർഫനേജിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതായത് വളരെ മനോഹരമായിട്ട്, അതായത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഓർഫനേജാണ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ, സന്ധ്യ പല്ലവി ഇങ്ങനെ മറ്റ് പല സ്റ്റേഷനിൽ ഇങ്ങനെ കേസ് കൊടുത്തതിന്റെ പേരിൽ, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കേസ് കൊടുത്തതിന്റെ പേരിൽ അവിടെ അന്വേഷണം വരികയും അവിടുത്തെ ബുക്കിൽ, അതായത് അവരുടെ ഓഫീസിലെ റെക്കോർഡ് ഉണ്ടല്ലോ, യാതൊരുവിധ തെറ്റുകളുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഓർഫനേജ് ആണ് എന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുത്തതായിട്ട് രേഖകൾ അവർ കാണിക്കുന്നുണ്ട്. മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ? സന്ധ്യയും 18 വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് 8 വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ്. അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അനാമികയെ ഞാൻ കല്യാണം കഴിച്ചു വിട്ട് അവൾക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും 10-70 പേര്, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ 10-70 പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മമാര്, 10-70 പേര് ഇവിടെ ഉണ്ട്. അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത്? കേട്ടല്ലോ നിങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താ അവരെ അവിശ്വസിക്കാൻ സാധിക്കില്ല. കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഈ രീതിയിൽ ഈ സന്ധ്യ പല്ലവി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിൽ
ഇവിടെ അവിടെ അന്വേഷണത്തിന് ആളുകൾ വരുമ്പോൾ അവിടെയുള്ള അന്തേവാസികൾ ആരെങ്കിലും ഒക്കെ ഇതിനെതിരായിട്ട് റിപ്പോർട്ട് പറയേണ്ടതല്ലേ, പക്ഷെ ആരും അതിനെതിരായിട്ട് പറയുന്നില്ലല്ലോ. അപ്പം അവിടെ നിന്ന് അവർക്ക് ഗവൺമെന്റ് ഷെൽട്ടർ ഹോമിലേക്കൊക്കെ പോകാൻ സാധിക്കുമായിരുന്നല്ലോ എന്തെങ്കിലും അവിടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. പക്ഷെ ആരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരം ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അത് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഓർഫനേജ് ആണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അവർ പോട്ടെ. അല്ല അവിടെ എന്തെങ്കിലും തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്തേവാസികൾ അതിനെതിരായിട്ട് പറയുമായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, നമുക്ക് എത്ര നാൾ തെറ്റിനെ മൂടി വയ്ക്കാൻ സാധിക്കും, എന്നായാലും അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഇങ്ങനെ വെറുതെ നമുക്കിങ്ങനെ നെഗറ്റീവ്സ് പറയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് നല്ലത് കണ്ടാലും ഇങ്ങനെ മോശമാണെന്ന് പറയുക. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ നടത്തുന്ന ഒരു ഷെൽട്ടർ ഹോം ആണിത്, അപ്പൊ ഇതിനെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ആളെന്ന നിലയിലാണ് സന്ധ്യ അവിടെ എത്തിയതെന്നും അവരെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ഇവർക്കെതിരെ നെഗറ്റീവ് പറയും. ഇതിപ്പം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു പല ഓർഫനേജുകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ രംഗത്ത് വരിക തന്നെ ചെയ്യും. എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും കള്ളത്തിന് ഒരുപാട് നാളൊന്നും മൂടി വെച്ചിരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അധികാരികൾ അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ്. പക്ഷെ എൻ്റെ നമ്മൾ കാണുന്നതിലും അവർ രംഗത്ത് വന്ന എക്സ്പ്ലനേഷൻ തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഫനേജ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിന്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുമായിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.